Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ടെമ്പററി പാനൽ ബോർഡ്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ പാനൽ ബോർഡിൽ നിന്ന് നമുക്ക് ഒരുപാട് നമ്മുടെ ലോക്കലായിട്ടുള്ള, അതായത് നല്ല അറിവുള്ളവരല്ലാത്ത ലോക്കലായിട്ടുള്ള ഇലക്ട്രീഷ്യന്മാർ ഒരുപാട് പേര് നമ്മൾ പാവപ്പെട്ടവരെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു വ്യത്യാസം എങ്ങനെയാണ് വരുത്തുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊക്കെ വാച്ച് ചെയ്യാനും അതിലൂടെ നമ്മളെ അവർ പറ്റിക്കുന്നുണ്ടോ എന്ന് അറിയാനും അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടോ എന്ന് അറിയാനും നമുക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു പാനൽ ബോർഡ് ഇരിക്കുന്നതിന്റെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ സ്റ്റെപ്പിലേക്ക് പോകും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാനൽ ബോർഡ്. 2 ഇരുമ്പ് പൈപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ താഴോട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് ELCB, MCB, ഐസൊലേറ്റർ, ഫ്യൂസ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വയറിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ കാണിക്കുന്നത് എനർജി മീറ്റർ ആണ്. അത് നമ്മളല്ല, KCB ആണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. എങ്കിലും പാനൽ ബോർഡ് വെക്കുമ്പോൾ അതിന് ഒരു സ്പേസ് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, രണ്ടാമത് വെക്കുന്നത് കിറ്റ്കാറ്റ് ഫ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഫ്യൂസ് യൂണിറ്റ് ആണ്. മൂന്നാമത് നമുക്ക് അതിന്റെ കൂടെ തന്നെ ന്യൂട്രൽ ലിങ്ക് വേണം. ഇതൊക്കെ മീറ്റർ ബോർഡ് അടിയിൽ വരുന്നുണ്ട്. ഇനി അത് അടുക്കി വെച്ചുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് RCCB അഥവാ ELCB ആണ്. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ഉപയോഗിക്കുമ്പോൾ 30 മില്ലി ആംപിയർ ട്രിപ്പിംഗ് കറണ്ട് ഉള്ളതേ വാങ്ങാവൂ. ഓർമ്മിക്കുക, 30 മില്ലി ആംപിയർ ട്രിപ്പിംഗ് കറണ്ട് ഉള്ള ELCB അല്ലെങ്കിൽ RCCB നമ്മൾ വാങ്ങാവൂ. പിന്നെ വരുന്നത് ഒരു ഐസൊലേറ്റർ. ഇപ്പോൾ പഴയ മെയിൻ സ്വിച്ച് ഇരുമ്പ് പെട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ICDP സ്വിച്ച് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഐസൊലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. കാര്യം ഈ മെയിൻ സ്വിച്ചിനകത്ത് അല്ലെങ്കിൽ ICDPക്കകത്തൂടെ എർത്ത് ലീക്കേജ് ഉണ്ടായി ഷോക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായി, അങ്ങനെ അപകടങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് നിർബന്ധമാക്കുന്നില്ല, ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് MCBs. നമുക്ക് ഓവർലോഡ് വരുമ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നു. പിന്നെ വരുന്നത് ഒരു സ്വിച്ചും അതിന്റെ ഒരു ഗ്യാങ് ബോക്സും കൂടെയാണ്. കാര്യം ഇതൊരു പാനൽ ബോർഡിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തടി പലകയിലോ ഇരുമ്പ് ഷീറ്റിലോ ഒക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാങ് ബോക്സ് വെച്ചാലേ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ആ സ്വിച്ച് വെച്ച് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു, അതായത് പാനലിലേക്ക് ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറും അതിന്റെ ബൾബും. അടുത്തത് ഒരു നമുക്ക് ഈ പവർ ആയിട്ടുള്ള, അതായത് കൺസ്ട്രക്ഷൻ വർക്കിന് ആവശ്യമായ പവർ ആയിട്ടുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ പ്ലഗ് അല്ലെങ്കിൽ 5-in-1 സോക്കറ്റ്. അടുത്തത് കണ്ടത് ഒരു FTDP ആണ്. അതായത് നമ്മളെ പമ്പ്, നമ്മുടെ സൈറ്റിൽ എന്തായാലും നമുക്കൊരു മോട്ടോർ പമ്പ്, വാട്ടർ പമ്പ് ആവശ്യമുണ്ട്. അതിനെ വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വേണം. അതൊരു DP സ്വിച്ച് തന്നെ വേണം എന്നുള്ളതാണ് FTDP, ഫ്ലഷ് ടൈപ്പ് ഡബിൾ പോൾ സ്വിച്ച്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് എർത്താണ്. എർത്ത് പൈപ്പ് പലപ്പോഴും നമ്മൾ ചെറിയൊരു കമ്പി കഷ്ണം അടിച്ചിറക്കി വയ്ക്കും. അങ്ങനെയല്ല, ശരിക്കും എർത്തിലുള്ള പ്രോപ്പറായിട്ടുള്ളത് 38 മില്ലിമീറ്റർ ഡയയും 2.5 മീറ്ററുമാണ്. അത്രയൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ അതിന്റെ പകുതിയെങ്കിലും ഒരു സൈസ് ഉണ്ടാവുന്ന സാധനങ്ങൾ, നീളവും ഇല്ലെങ്കിലും ഉണ്ടാവുന്ന സാധനം തന്നെ ഉറപ്പിക്കണം. നല്ല എർത്തുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യിക്കണം ഇലക്ട്രീഷ്യനെ കൊണ്ട്. ഓക്കെ, അടുത്തത് ഇത് അത്യാവശ്യം ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നട്ട്, ബോൾട്ട്, സ്ക്രൂകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അടുത്തത് നമ്മുടെ PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ആവശ്യമായ 2.5-ന്റെയും 4mm-ന്റെയും 1.5 to 1-ന്റെ ഒക്കെ ഇൻസുലേറ്റഡ് വയേഴ്സുമാണ്. ലാസ്റ്റിലെ ഒരു ന്യൂട്രൽ ബാർ ലിങ്കും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കുള്ള പാനൽ ബോർഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടുക്കി വയ്ക്കാം. പാനൽ ബോർഡിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ എന്ന് നോക്കാം. ഇങ്ങനെയാണ് പാനൽ ബോർഡ് നമ്മൾ അടുക്കി വയ്ക്കുന്നു. അതുപോലെ ആദ്യം ഒരു കനമുള്ള വയറ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ സർവീസ് വയർ KCB തരുന്നതാണ്. അവിടെ നിന്നൊരു കറുത്ത വയറ്, അതായത് എനർജി മീറ്ററിന്റെ ആദ്യത്തെ 2 ടെർമിനൽ എന്ന് പറയുന്നത് പോസ്റ്റിന്റെ ഇൻപുട്ടിൽ നിന്നുള്ള വയറുകളാണ്. അതൊരു 2 കോർ വയർ. ഒരു അകത്ത്, ഈ കറുത്ത വയറിനകത്തൊരു ചുവപ്പും കറുപ്പും ഉണ്ട്, എങ്കിലും അത് നമ്മൾ ഒറ്റ കറുത്ത കേബിളാണ്, 2 കോർ വയറിലാണ് കാണിച്ചിരിക്കുന്നത്. താഴോട്ട് 3-ാമത്തെ ടെർമിനലിൽ നിന്നും നമ്മളെ കട്ടൌട്ടിലെ ന്യൂട്രൽ ലിങ്കിലേക്കും ആ ന്യൂട്രൽ ലിങ്കിന്റെ ഔട്ടിൽ നിന്നും ഐസൊലേറ്ററിന്റെ
താഴത്തെ ടെർമിനലായ ഇൻപുട്ടിലേക്കും ലെഫ്റ്റ് സൈഡിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നാലാമത്തെ എനർജി മീറ്ററിന്റെ നാലാമത്തെ ടെർമിനലിൽ നിന്നും ഫേസ് വയർ നേരെ വന്ന് നമ്മുടെ കട്ടൗട്ട് ഫ്യൂസ് കിറ്റ്കാറ്റ് ഫ്യൂസിൽ കണക്ട് ചെയ്തിട്ട് ഫ്യൂസിന്റെ ഔട്ടിൽ നിന്ന്, അതായത് താഴെ നിന്ന് നേരെ ഐസൊലേറ്ററിന്റെ വലതുവശത്തെ താഴത്തെ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഐസൊലേറ്ററിന്റെ മുകളിൽ നിന്നും ELCBയുടെ ഇടതുവശത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യും. കാര്യം ELCB RCCBക്ക് അത് ട്രിപ്പിംഗ് കറണ്ട് വരുന്നത്, അവിടെ ഫേസ് കൊടുക്കേണ്ടത് RCCBക്ക് തെറ്റിപ്പോകരുത്. RCCBക്ക് മാത്രമാണ് മുകളിൽ ഇന്നും താഴെ ഔട്ടും വരുന്നത്. അതുപോലെ തന്നെ ഫേസ് വരുന്നതും ലെഫ്റ്റ് സൈഡിലാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും റൈറ്റ് സൈഡാണ് ഫേസ് കണക്ട് ചെയ്യേണ്ടത്. ഇനി അതുപോലെ ന്യൂട്രല് നമ്മുടെ RCCBയുടെ മുകളിലത്തെ ടെർമിനലില് വലതുവശത്തും കൊടുത്തു. അടുത്ത വീണ്ടും ഇനി താഴെ നിന്നും ELCBയുടെ ലെഫ്റ്റ് സൈഡിലെ പിന്നിൽ നിന്നും ഒരു റെഡ് വയറുകൾ കണ്ടിട്ടുണ്ട്. അത് രണ്ടായിട്ട് ലൂപ്പ് ചെയ്ത് നമ്മുടെ MCBകളുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇവിടെ 2 MCB ഉണ്ട്. ആ MCBകളുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതോടൊപ്പം തന്നെ RCCBയുടെ റൈറ്റ് സൈഡിലെ പിന്നിൽ നിന്നും ആ ബ്ലാക്ക് വയർ ന്യൂട്രൽ ബാർ ലിങ്കിലേക്കും കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാനൽ ബോർഡിലാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അത് മിക്കവാറും ഓപ്പൺ ആയി പോകും. ഇതൊക്കെ ചെയ്താൽ അത് മഴ നനയാതെ സൂക്ഷിക്കേണ്ട ഒരു കടമയും കൂടെ നമുക്ക് ഇലക്ട്രീഷ്യനും നമുക്ക് ഉണ്ട് എന്നുള്ള ഓർമ്മയിരിക്കട്ടെ. ഇനി അടുത്തത്, നമ്മൾ ആദ്യത്തെ MCBയിൽ നിന്നും 2 വയേഴ്സ് എടുത്ത് ഒന്ന് നമ്മുടെ പവർ സോക്കറ്റിലേക്കും പിന്നെ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിലേക്കുള്ള പൈലറ്റ് ലാമ്പിലേക്കുള്ള സ്വിച്ചിലേക്കും കൊടുത്തു. അതോടൊപ്പം തന്നെ സ്വിച്ചിന്റെ ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ ലാമ്പ് ഹോൾഡറിലേക്ക് കൊടുത്തു. ലാമ്പ് ഹോൾഡറിന്റെ ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ ന്യൂട്രൽ ബാർ ലിങ്കിലേക്കും കണക്ട് ചെയ്തു. വീണ്ടും ന്യൂട്രൽ ബാർ ലിങ്കിൽ നിന്നൊരു വയർ നമ്മൾ നേരെ പവർ സോക്കറ്റിന്റെ അല്ലെങ്കിൽ പവർ പ്ലഗിന്റെ വലതുവശത്തെ പിന്നിലേക്കും കണക്ട് ചെയ്തു. ക്ഷമിക്കണം, വലതുവശത്തെ അല്ല, ഇടതുവശത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ എർത്ത് വയറ് നേരെ നമ്മൾ എർത്ത് പൈപ്പിലേക്കും കണക്ട് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് പമ്പിന്റെ വയറിംഗിലേക്ക് അതിന്റെ FTDPയിലേക്ക് നമ്മൾ ന്യൂട്രൽ ബാർലിങ്കിൽ നിന്നൊരു ന്യൂട്രലും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ MCBയിൽ നിന്നൊരു ഫേസും കണക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ആ പമ്പിന്റെ FTDPയുടെ ഔട്ടിൽ നിന്ന് പമ്പിലേക്കും വയർ കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പാനലിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പവർ പ്ലഗിൻ്റെത് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ലെഫ്റ്റും റൈറ്റും മാറിപ്പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിന്റെ ഒറിജിനലി ഉള്ളത്, കാര്യം അതിപ്പോൾ വരയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങനെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒറിജിനലി ഉള്ള 5-in സോക്കറ്റ് പവർ പ്ലഗിന്റെ വയറിങ്ങിൻ്റെത് ഞാൻ താഴെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് ആ കാണുന്നത്: ഫ്യൂസ്, ഇൻഡിക്കേറ്റർ, സ്വിച്ച്, സോക്കറ്റ്. അപ്പം വെളിയിൽ നിന്ന് വരുന്ന ഫേസ് നേരെ ഫ്യൂസിലെത്തി. ഫ്യൂസിന്റെ ഔട്ടിൽ നിന്നൊരു ബ്രൗൺ കളർ വയർ സ്വിച്ചിലേക്ക് എത്തി. സ്വിച്ചിന്റെ ഔട്ടിൽ നിന്ന് നേരെ സോക്കറ്റിലേക്ക് എത്തി. ഇനി ഫ്യൂസിന്റെ ഔട്ടിൽ നിന്നും ഇൻഡിക്കേറ്ററിലേക്ക് എത്തി. ഇൻഡിക്കേറ്ററിന്റെ ഔട്ടിൽ നിന്നും ന്യൂട്രൽ പുറത്തെ ലൈനിലേക്ക്, എർത്ത് പിന്നിൽ നിന്നും എർത്ത്. ഇനി ചിലര് ഈ ഇൻഡിക്കേറ്റർ സ്വിച്ചിന്റെ ഔട്ടിൽ കൊടുക്കും. എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം സപ്ലൈ കിട്ടുന്നില്ല. രണ്ടും ഓക്കെയാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് കറണ്ട് കുറച്ച് ഇൻഡിക്കേറ്ററിലൂടെ ഉണ്ടാവുന്ന ഫ്ലോ കറണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വയർ ചെയ്യാം. അപ്പോൾ ഇതാണൊരു 5-in സോക്കറ്റിന്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. സാധാരണക്കാരായ ആൾക്കാർ പോലും ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാത്ത രീതിയിലും, അതുപോലെ ഇലക്ട്രിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കുറവുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുമൊക്കെ ഇതൊരു അനുഭവമാകട്ടെ എന്ന് നിങ്ങളേവരോടും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി എങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.